ഇൻസ്റ്റഗ്രാമിൽ വൈറലായ മദ്രാസ് ചെക്ക് ഫാബ്രിക് കൊണ്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫാബ്രിക് എടുത്തിട്ടുള്ളത് 1 മീറ്റർ മദ്രാസ് ചെക്കിൻ്റെ കോട്ടൺ ഫാബ്രിക്കാണ്. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ചെക്ക്. ഒരു എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ചെക്ക് ഡിസൈനിൽ 1 മീറ്ററാണ് ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 മീറ്ററൊന്നും നമുക്ക് ആവശ്യമില്ല, പക്ഷേ ഞാൻ 1 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലൈനിങ് ആയിട്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുക്കുന്നത്. ഇതിലുള്ള ഏത് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് കോട്ടൺ ലൈനിങ് ചെയ്യാൻ പറ്റും, കാരണം ഇതിലെല്ലാ കളേഴ്സും വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ റെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അതും 1 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം. അതിനായിട്ട് നമ്മളിതാ കോട്ടൻ്റെ ഫാബ്രിക് ഇതുപോലെ ആദ്യം 2 ആക്കി ഫോൾഡ് ചെയ്തെടുത്തു. ശേഷം നമ്മൾ ഈ ഒരു ഭാഗം, ഈ ഒരു ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ടോപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് 12.5 ഇഞ്ചാണ്. അത് 10.5 ഇഞ്ചാണ് നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് വരേണ്ടത്. ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും ബാക്കി നമ്മൾ തയ്യൽ തുമ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാത്രം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു 3 to 4 ഇയർ സൈസിലുള്ളതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു ടോപ്പ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് ബട്ടൺസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടോപ്പിൻ്റെ ഷോൾഡർ 10 ഇഞ്ചാണ് വരുന്നത്. 10ൻ്റെ പകുതി 5 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളും അതേ 5 ഇഞ്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ആം ഹോളും 5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ റൗണ്ട് 24 വരുന്നത്. 24ൻ്റെ 4 ഭാഗം 6 ഇഞ്ച്, ബാക്കി ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു കുറച്ചൊരു വണ്ണുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് നമ്മൾ 24 ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ അതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്കിൻ്റെ വൈഡ് നമുക്ക് ഒരു 2.25 ഇഞ്ചിലാണ് ഞാൻ വൈഡ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആണ്. ഫ്രണ്ട് നെക്ക് ഒരു 4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് 3.5 ഇഞ്ചേ വരുന്നുള്ളൂ, കാരണം ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകുന്നതുകൊണ്ട് നമുക്കിത് 3.5 ഇഞ്ചേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കുക. ശേഷം നമുക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ബാക്ക് നമ്മൾ വീനെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വീനെക്ക് ഒരു 5 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ 5 ഇഞ്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ വെക്കുമ്പോൾ ഒന്നും കൂടെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെരിച്ചിട്ടാണ് 5 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് വരിക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട്, കാരണം ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുമ്പായിട്ട് 1/2 ഇഞ്ച് പോകുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇതുപോലെ നമ്മൾ വീനെക്കും ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവ് നമ്മൾ ഈ ഒരു ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇനി വേറെ മാർക്കിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് അല്ല, നമ്മളുടെ ഈ ഒരു കട്ടിങ് ആകെ ഇതാവും. അപ്പോൾ ആദ്യം ഫ്രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വി നെക്ക് ബാക്കിലേക്ക് നമുക്ക് വേറെ വരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഈ ഒരു റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ബാക്ക് നെക്കിൽ ഇതുപോലെ വരച്ചെടുക്കാം. ഒന്ന് കറക്റ്റ് തന്നെ അല്ലേ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു വീനക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ നമുക്ക് ഇതുപോലെയും ഫ്രണ്ട് പോർഷൻ ഇതുപോലെയും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു ചെക്ക് ഫാബ്രിക്കും കൂടെ കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഫാബ്രിക്കും ഇതുപോലെ ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലെവലാക്കി കൊടുക്കാം. ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പിന്. അപ്പോൾ ആ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കുന്നത്. ഇതിൻ്റെ വീതി നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് വീതി സ്റ്റിച്ചിങ്ങിൻ്റെ തുമ്പും കൂടെ പോകാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തും കൂടെ നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 ഇഞ്ചിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ലെങ്തി ആയിട്ടുള്ളത് 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ക്ലോത്താണ് നമ്മൾ എടുക്കുന്നത്. ഇതാ നമ്മൾ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ മടക്കിയെടുത്തതാണ്. ഈ ഒരു 4 ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയില്ല, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇതാ 4 ഇഞ്ച് ഈ ഒരു ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 2 പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് 2 സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മാർക്കിങ്ങും കൂടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രില്ല് കുറച്ച് വേണം എന്നുള്ളവർക്ക് ഇത്രയും ക്ലോത്ത് എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫ്രില്ല് ഉണ്ടാകുമ്പോഴേ ആ ഒരു സ്ലീവിന് അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലോത്ത് എടുക്കുന്നത്. ഇതാ 2 പീസാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് 2 നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് തന്നെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇത്രയും ലെങ്ത്ത് ഈ ഒരു ക്ലോത്തിന് വരുന്നുണ്ട്. എങ്കിലേ നമുക്ക് ഫ്രില്ലിടാൻ ക്ലോത്ത് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് കണ്ടാലോ. നമുക്ക് ഇതിൽക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽക്ക് ഇതാ റെഡ് ത്രെഡാണ് കൊടുക്കുന്നത്. കാരണം ലൈനിങ് ഒക്കെ നമ്മൾ റെഡ് തന്നെയാണ് എടുത്തത്. ഇതിൽക്ക് ഏത് കളർ കൊടുത്താലും വലിയ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റെഡാണ് എനിക്ക് ഒന്നും കൂടെ മാച്ചിങ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാ സ്ലീവാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്ലീവ് 2 ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും നോക്കിയിട്ട് വേണം കേട്ടോ. മദ്രാസ് ചെക്ക് ആണെങ്കിലും ഇതിന് നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്ലോത്തിൻ്റെ നല്ല വശവും ചീത്ത വശവും നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഇതിൽ മനസ്സിലാവാൻ പറ്റും നല്ല ഭാഗവും ചീത്ത ഭാഗം ഏതാണെന്ന്. അപ്പോൾ ഞാനതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ 2 അറ്റവും ഇതുപോലെ കുഞ്ഞു സ്റ്റിച്ചിങ് ഇട്ടിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഇതുപോലെ ചെറിയ സ്റ്റിച്ചിങ് കൊടുക്കണം. വൺ സൈഡ് ഇതാ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ കുഞ്ഞു മടക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുഞ്ഞു കുട്ടികൾക്കാണ് ചെയ്യുന്നത്. 1 ഇയർ 2 ഇയർ സൈസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീതി ഇത്രക്കും കൊടുക്കണം ഇല്ല. നിങ്ങൾക്ക് ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതിയാവും. പക്ഷേ എനിക്ക് കുറച്ച് അത്യാവശ്യം വീതി വേണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വീതി എടുത്തത്. അപ്പോൾ ഇത് 2 ഭാഗവും നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പീസും കൂടെ ചെയ്തെടുക്കാം. 2 പീസും ഇതുപോലെ നമ്മളിതാ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുക. 3 ഇഞ്ചിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് 1.5 ഇഞ്ചിലാണ് സെൻറ്റർ ഭാഗം കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടാണ് നമ്മളുടെ സ്റ്റിച്ചിങ് വരേണ്ടത്. ഈ ഒരു സെൻറ്റർ കൂടെ മാത്രമായിട്ട് ഇതുപോലെ നമ്മളിതാ കുഞ്ഞു പ്ലീറ്റ് ആക്കിയിട്ട് ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. എത്രത്തോളം തിക്കാക്കിയിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാൻ പറ്റുന്നോ അത്രത്തോളം തിക്കാക്കിയിട്ട് നമ്മൾ പ്ലീറ്റ് കൊടുക്കുക. ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് നമ്മളിതാ ആ ഒരു സ്ലീവിലേക്ക് വെക്കാൻ പാകത്തിന് അത്രയും കുഞ്ഞു പ്ലീറ്റ് ആക്കിയിട്ടാണ് ഇടേണ്ടത്. ഈ 2 ഫാബ്രിക്കും നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ അതുപോലെ 2ഉം ഇതുപോലെ പ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ലേസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ലേസ് ചൂസ് ചെയ്യാൻ കാരണം ഇതിലുള്ള എല്ലാ കളേഴ്സും ഈ ഒരു ലേസിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുപോലെ ഒരു റോളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് 2 സ്ലീവിലും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ 2ഉം ഇതുപോലെ ചെയ്തെടുത്തു. മദ്രാസ് ചെക്ക് ഇതുപോലെ നിവർത്തിച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കോട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ആ ഒരു പോർഷനും അടിച്ചിട്ട് മറിച്ചെടുക്കുക. ഈ ഒരു ഭാഗവും നമ്മൾ റൗണ്ട് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും 2 ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ.
ഇനി എക്സ്ട്രാ പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. അടിച്ചെടുത്ത പീസ് ഇതാ നമുക്ക് ഇനി നേരെ തിരിച്ചിട്ട് കൊടുക്കാം. പതിച്ചതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തു. എക്സ്ട്രാ പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതാ നമുക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ഇതുപോലെ ചെയ്തെടുക്കുക. ബാക്ക് പോർഷൻ നമ്മൾ 2 പീസും ഇതുപോലെ ഇതാ സെപ്പറേറ്റ് ഈ ഒരു മെയിൻ പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്താൽ ഈ ഒരു ചെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ചെയ്യാതിരുന്നത്. ഇതുപോലെ ഒരേ ലെവലിൽ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ചെക്ക് മാറി പോകാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് വേറെ ഈ ഒരു മെയിൻ പീസ് കട്ട് ചെയ്തെടുക്കാത്ത കാരണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും കുത്തി കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 2 പീസാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചെറിയ ചേഞ്ചൊക്കെ വന്നിട്ട് ഇങ്ങനെ നീങ്ങിയിട്ടാവും നിൽക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്കിൽ നീങ്ങി പോകുന്ന ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് പോർഷനും കൂടെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ട് വേണം അത് മറിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് നമ്മളിതാ ഇതിൻ്റെ അകവശം ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു പീസിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ആ ഒരു ഷോൾഡർ ഭാഗം ഫ്രണ്ട് പോർഷൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ഒരു ഷോൾഡറും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. കറക്റ്റാക്കിയിട്ട് തന്നെ വെച്ചെടുക്കണം കേട്ടോ. ഉള്ളിലായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗവും കൂടെ ഈ ഒരു ഭാഗത്തോട്ട് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. 2 പോർഷൻ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഷോൾഡർ ഭാഗം നമുക്കിതുപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ ഷോൾഡർ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ആ ഒരു പോർഷനാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഫ്രണ്ടും ബാക്കും ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തും. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ക്ലോത്ത് നിവർത്തിയിട്ടിട്ട് ഈ ഒരു സ്ലീവ് നമ്മൾ സ്റ്റിച്ചിങ് തുമ്പിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് ഇതുപോലെ 2 ഭാഗത്തോട്ട് ആക്കിയിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് തുമ്പ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നത്. അതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സ്ലീവ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അറ്റം മുതൽ. ഈ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ കൂടി അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു അറ്റം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ കൂടെ ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ കൂടെ പക്ഷേ ക്ലോത്തിൻ്റെ ഈ ഒരു അറ്റം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. 2 സ്ലീവും നമ്മളിത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു അടിഭാഗം ഇതാ അതുപോലെ മടക്കി തയ്ച്ചെടുക്കുക. ഇനി നമ്മളൊരു ട്രിക്ക് ആൻഡ് ടിപ്സാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നല്ല വശത്ത് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിങ് തുമ്പ് കാണാത്ത രീതിക്ക് ഓവർലോക്ക് മെഷീനൊന്നും ഇല്ലാത്തവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്കാണിത്. അപ്പോൾ അതുപോലെ നമ്മൾ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. 2 വശവും ഇതുപോലെ നല്ല വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഇത് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷായിട്ട് തന്നെ ഈ ഒരു അകവശം കിട്ടും. കണ്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ അകവശം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുട്ടികളുടെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷനും കൂടി ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ഈ ഒരു ലേസ് ഡീറ്റെയിലിങ് കൊടുക്കുന്നുണ്ട്.
ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലും കൂടെ ഞാൻ ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ സ്ലീവിലും കൂടെ കൊടുത്തതല്ലേ, അപ്പോൾ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്കിനി ഓണത്തിൻ്റെ ഓരോ മോഡലും ടോപ്പുകളും സ്കേർട്ടൊക്കെ ആയിട്ട് ഓണം സീസണായിട്ട് വരാം. ഓരോ ഡ്രസ്സിൻ്റെയും കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതുപോലത്തെ ടൈപ്പൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ചെക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ DM ചെയ്താൽ മതി. നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക.